വെൽക്കം ടു പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നേരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിലിംസ് എക്സാമിന് എനിക്ക് പറ്റിയ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്, അതുപോലെ അബദ്ധങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളിൽ ഒരുപാട് പേർക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകിച്ചും ആദ്യമായിട്ട് എക്സാം ഒന്നോ രണ്ടോ എക്സാം അധികം എക്സാം എഴുതി പരിചയമില്ലാത്തവരും ഇനി പരിചയമുള്ളവരാണെങ്കിൽ കൂടെ അവർക്കൊക്കെ പറ്റുന്ന സ്വാഭാവികമായിട്ടുള്ള മിസ്റ്റേക്കുകളാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. കാരണം ഇതിൽ ഞാൻ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്റ്റുകളായിരിക്കും. അപ്പോൾ എത്രത്തോളം നമ്മൾ നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയാലും ഇത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മാർക്ക് ഒരുപാട് കുറയ്ക്കും. നമ്മൾ എന്താ പറയുക, മുന്നിലെത്താനായിട്ട് നമ്മളെ സഹായിക്കില്ല ഇത്തരം മിസ്റ്റേക്കുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മുഴുവൻ കാണണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ടെൻഷൻ, പേടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒട്ടുമിക്ക പേർക്കും എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ടെൻഷൻ, പേടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെൻഷൻ, ഞാനൊരു ആദ്യത്തെ എക്സാമിൻ്റെ വിഒ ആയിരുന്നു കഴിഞ്ഞ വിഒ. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് എഴുതുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര പേടിയും ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞാൽ കൈ കാലൊക്കെ വിറയ്ക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഒരു എക്സാം എഴുതിയത്. അപ്പോൾ അന്ന് ഞാൻ അത്രയും എന്താ പറയുക തീരെ കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പഠിച്ച കാര്യങ്ങൾ പോലും. കാരണം എനിക്ക് ബബിൾ ചെയ്യാൻ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. അപ്പോൾ ബബിൾ ചെയ്യുന്നതിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ മാറിപ്പോൾ, അങ്ങനെ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അത്ര നന്നായിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും പെട്ടെന്ന് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് ആ ഒരു പേടിച്ചിട്ട് എൻ്റെ ഒരു മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രിലിംസ് വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർത്തത്, അല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ആലോചിച്ചത് ആ ഒരു കാര്യമാണ്. കാരണം ആ ഒരു അവസ്ഥയിൽ ഈ ഒരു പ്രിലിംസിന് പോകുമ്പോൾ ഒരിക്കലും ആ ഒരു അവസ്ഥയായിട്ട് ഞാൻ പോകില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ടെൻഷനും പേടിയൊക്കെ കൊണ്ട് ആയിരിക്കില്ല ഞാൻ ഈ ഒരു പ്രിലിംസ് എഴുതാൻ പോവുക എന്ന് ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം നമ്മൾ ടെൻഷനും പേടിയും വെച്ച് നമ്മൾ ഒരു എക്സാം എഴുതാൻ പോയാൽ, എക്സാം എന്നല്ല ഏതൊരു കാര്യത്തിനായാലും നിങ്ങൾക്കറിയാം അല്ലേ, ടെൻഷനും പേടിയും വെച്ചാൽ ഒന്നും നടക്കില്ല, അതൊരിക്കലും സക്സസ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് കേട്ടോ. എനിക്ക് ഒരുപാട് മാർക്കുകൾ കളഞ്ഞിട്ടുള്ള ഒരു ഫാക്റ്റാണത്. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിലിംസിനും എനിക്ക് എന്താ പറയുക, ഈ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് എന്താ പറയുക മാർക്കുകൾ പോയിട്ടുണ്ട്, ഈ ടെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പ്രിലിംസ് ഞാൻ ഫസ്റ്റ് ഫേസാണ് എഴുതിയത്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്കറിയാം അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പേപ്പറിൽ ആദ്യം തന്നെ കിടക്കുന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യം തന്നെ കാണുമ്പോൾ നമ്മൾ അത്രയും ഹാപ്പി ആവും അല്ലേ. മറിച്ച് ഏതെങ്കിലും ഒരു അറിയാത്ത ക്വസ്റ്റ്യൻ ആദ്യം വരുന്നെങ്കിൽ നമ്മൾ തകർന്നു പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് ആൻസർ വന്നു. ഞാൻ ഓപ്ഷൻസ് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിലമ്പൂർ എന്ന് എനിക്ക് എൻ്റെ വായിൽ വന്നു, ആൻസർ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഓപ്ഷൻ നോക്കണമല്ലോ, ഓപ്ഷൻ നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് ബബിൾ ചെയ്യാൻ ഏതാണെന്ന്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയപ്പോഴാണ് ഞാൻ പെട്ടുപോയത്. കാരണം അവിടെ എല്ലാ ഓപ്ഷൻസും ഞാൻ അറിയുന്നത്, നിലമ്പൂർ ആദ്യം തന്നെ കിടപ്പുണ്ട്, ബാക്കി ഓപ്ഷൻസും ഞാൻ അറിയുന്ന ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അവിടെ കൺഫ്യൂഷൻ വന്നു. എൻ്റെ പേടി കൊണ്ടോ ടെൻഷൻ കൊണ്ടോ ആണോ എന്നറിയില്ല. എന്താ പറയുക, എനിക്കറിയാവുന്ന എൻ്റെ വായിൽ വന്ന ആൻസർ ആയിട്ട് പോലും ഞാനത് അറ്റൻഡ് ചെയ്തില്ല. ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ആ ഓപ്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ എത്തി. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ആൻസർ ഓപ്ഷൻസ് നോക്കിയപ്പോൾ കൺഫ്യൂഷനായിട്ട് ഞാൻ എഴുതാതെ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ എത്രത്തോളം ഞാൻ എന്താ പറയുക ടെൻഷനോ അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിരിക്കണം എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ കേട്ടോ. അതെനിക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് തരണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ടെൻഷൻ വെച്ചിട്ട് പോകരുത്. കാരണം ഇത്തരത്തിൽ ഒരുപാട് നമ്മളുടെ മാർക്ക് പോകാനുള്ളൊരു കാരണമായിട്ട് അത് മാറും. ടെൻഷൻ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന ആൻസർ പോലും തെറ്റും. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് ഞാൻ പറയണത്. ഈ പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ ആ ഒരു മാർക്ക് ഇപ്പോൾ തന്നെ അവിടെ പോയി, നിങ്ങളത് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. ടൈം എല്ലാവർക്കും ടൈമിൻ്റെ പ്രശ്നമുള്ളതായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ വാച്ചോ ക്ലോക്കോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ എനിക്കും അവിടെ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മാത്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് മാത്സ് പ്രോബ്ലംസ്, എനിക്ക് മാത്സ് കുഴപ്പമില്ല ചെയ്യാൻ, അത്ര പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്കൊരു വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മാത്സ് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും എന്താ പറയുക, ഒരു പ്രോബ്ലം ചെയ്യും എന്നിട്ട് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് ബബിൾ ചെയ്യുന്നില്ല. കാരണം ഒന്നും കൂടെ ഞാൻ ക്രോസ് ചെക്ക് ചെയ്യും. അതായത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ 2 ടൈം ചെയ്ത് നോക്കും. അതായത് നമ്മളിപ്പോൾ മാത്സ് ആണല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് മതി ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആൻസർ ആദ്യം കിട്ടിയാൽ ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കും. സെയിം ആൻസർ തന്നെ കിട്ടും. അതിന് ശേഷം മാത്രമാണ് ഞാൻ ബബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം അവിടെ എത്രത്തോളം സമയം പോകുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ, ആദ്യം 20 ആയിരുന്നല്ലോ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം അവിടെ പോവുകയാണ് 2 വട്ടം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു തെറ്റും ചെയ്യരുത്. കാരണം ഞാൻ ഇതുവരെ എനിക്കതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലും അതുകൊണ്ട് അവിടെ ടൈം പോകുന്നുണ്ട് എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത് ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ അവിടുത്തെ സാറ് ഒരു കോമൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യണേന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് അത്രയും ടൈം എനിക്ക് അവിടെ പോകുന്നത് ഇങ്ങനെ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാത്സ് എപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. അതായത് നമുക്ക് ആൻസർ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതുമ്പോൾ തന്നെ ഇരിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ബബിൾ ചെയ്യുക. അത് കറക്റ്റ് മെത്തേഡായിട്ട് ചെയ്യണം കേട്ടോ. അതിന് നമ്മൾ സ്പീഡ് ഉണ്ടാവണം, ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുക, അത്രയും കോൺഫിഡൻസിൽ എഴുതാൻ പറ്റുള്ളൂ. സ്പീഡ് വേണം, ഒപ്പം എന്താ പറയുക, ഒരുപാട് സമയം ഒരു പ്രോബ്ലത്തും തന്നെ ഇരിക്കാതിരിക്കുക. അറിയുന്നതാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുക, ആൻസർ ബബിൾ ചെയ്യുക. പിന്നെ എന്താ പറയുക, ബാക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. മാത്സ് എപ്പോഴും എന്താ പറയുക, ഒരുപാട് നേരം ടൈം എടുത്ത് ചെയ്യാതിരിക്കുക. വേഗം വേഗം ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ്, നിങ്ങളത് ഉണ്ടാക്കിയെടുക്കണം. അത് ചെയ്തിട്ട് തന്നെയാണ് നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒരു 6-7 ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഞാനത് അവിടെ തെറ്റിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് എന്താണ് അവിടെ പറ്റിയതെന്ന് വെച്ചാൽ, ഞാൻ ചില അതിൽ 2-3 ക്വസ്റ്റ്യൻസ്, 2-3 അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ കോഡുകൾ വെച്ചിട്ട് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കൂടുതലും അങ്ങനെയാണ് ചെയ്യാറ്. കാരണം അങ്ങനെയാണ് കാണാതെ പഠിക്കുന്നതിനേക്കാളും കണക്റ്റിംഗ് ഫാക്ടർ വെച്ചിട്ടാണല്ലോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ആൻസർ ഞാൻ അവിടെ കോഡ് ഓർമ്മയില്ലാത്തതൊന്നുമല്ല പ്രശ്നം കേട്ടോ. കോഡൊക്കെ എനിക്ക് ഓർമ്മ വന്നു, ആൻസറും കിട്ടി. പക്ഷെ ഞാൻ പോയിട്ട് ബബിൾ ചെയ്തത്, ഞാൻ വേറെ ആൻസർ ബബിൾ ചെയ്ത് വെച്ചു. അത് എന്താ പറയുക, ആൻസർ അറിയാതെ ബബിൾ ചെയ്തതല്ല ഞാനത്. ആൻസർ അറിഞ്ഞിട്ടും ബബിൾ ചെയ്യുക, വേറെ ആൻസറുമ്പോൾ പോയിട്ട് ഞാൻ ബബിൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ അതും എത്രത്തോളം വലിയ മിസ്റ്റേക്കാണെന്ന് നോക്കുക. അതും 5ഉം 6ഉം 6-7 ക്വസ്റ്റ്യനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും എനിക്കതിനെപ്പറ്റി ഞാനിങ്ങനെ ചെയ്തു എന്ന് എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. എൻ്റെ കണക്കിൽ ഞാനതെല്ലാം കറക്റ്റ് ആൻസർ എന്നുള്ള രീതിയിൽ നല്ലൊരു മാർക്കായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ വീട്ടിലെത്തിയിട്ട് പിന്നെ നോക്കുമ്പോഴാണ് ഞാൻ ചെയ്ത അബദ്ധം മനസ്സിലാകുന്നത്. പേപ്പർ എടുത്ത് ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ആൻസർ ഷീറ്റും കീയും ഒക്കെ ഓരോരുത്തർ പബ്ലിഷ് ചെയ്യില്ല, ഓരോ യൂട്യൂബ് ചാനലുകാരൊക്കെ. അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ഈ കറക്റ്റ് ആൻസർ ഇതായിട്ടും ഞാൻ അതാണല്ലോ മാർക്ക് ചെയ്തതെന്ന് ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത്. അപ്പോൾ അതും ഏറ്റവും വലിയ, എന്നെ ഏറ്റവും തകർത്ത ഒരു സംഭവമാണത്. കാരണം 6-7 മാർക്കാണ് ഞാൻ അങ്ങനെ കൊണ്ട് കളഞ്ഞത്. നെഗറ്റീവുമായി ഉള്ള മാർക്കും കുറഞ്ഞു അല്ലേ. അപ്പോൾ അത് എത്രത്തോളം വലിയൊരു ഫാക്റ്റാന്ന് നോക്കൂ. അത് നമ്മൾ പഠിക്കാതെ പോയിട്ട് എന്താ പറയുക, ടഫായിട്ട് വരുന്നൊരവസ്ഥയല്ല. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിങ്ങനെ തെറ്റിച്ച് വരുന്നത്. അത് എന്നെ സംബന്ധിച്ചും എന്നെ ഭയങ്കര തളർത്തിയ ഒരു കാര്യമാണ്. എക്സാം ഇനി എഴുതുന്നില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ PSC എഴുതില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്ത എനിക്ക് വന്നൊരവസ്ഥയായിരുന്നു അത്. അത്രത്തോളം എന്നെ വേദനിപ്പിച്ച കാര്യം. അത് കഴിഞ്ഞ് ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസം ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക, ഷോക്കിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, കരയുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ. കാരണം നമ്മൾ പഠിച്ചു പോയാൽ, എനിക്കത് എത്രത്തോളം നിങ്ങളോട് റിലേറ്റ് ചെയ്യാൻ, നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രത്തോളം ഞാനിപ്പോൾ അത് പറയുമ്പോഴും എനിക്ക് അത്രയും സങ്കടമുണ്ട്.
അത്രയും സങ്കടത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ ഒരു വിഷമം മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കറക്റ്റ് നിങ്ങൾ നോക്കി എന്താ പറയുക ആൻസറും ക്വസ്റ്റ്യനും നിങ്ങളുടെ OMR ഷീറ്റ് നോക്കി കറക്റ്റ് നമ്പർ അനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ടെൻഷൻ അടിക്കാതെ ആ ഒരു ബബിൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. അതിനൊക്കെ എന്താ പറയുക അതും തിരക്ക് പിടിച്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സമയം ഒരുപാട് എടുത്ത് ചെയ്യരുതെന്ന് പറയണ പോലെ തന്നെ തിരക്ക് പിടിച്ചിട്ടും ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ അതും നിങ്ങളുടെ ആൻസറുകളൊക്കെ മാറ്റി തെറ്റും നെഗറ്റീവും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നും തന്നെ നിങ്ങൾ ദയവായിട്ട് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ആൻസറുകൾ തെറ്റുമെന്നുള്ളത് 100% ഷുവറാണ്. നമ്മൾ എത്ര ഒക്കെ പഠിച്ച് കോൺഫിഡൻസ് എന്ന് പറയുന്നില്ല, എത്രയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പോയാലും ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അതുപോലെ ടെൻഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങളുടെ പോലെ തന്നെയുള്ള ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആയിട്ട് നിങ്ങളിത് കൺസിഡർ ചെയ്യണം. വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളിത് എടുക്കണം കേട്ടോ. കാരണം ഞാൻ അത്രയും സങ്കടത്തോടെ പറയുന്ന ഒരു ഫാക്റ്റുകളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് വളരെ കൂളായിട്ട് വേണം നിങ്ങൾ എക്സാം ഹോളിൽ ചെല്ലാനായിട്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അല്ലെങ്കിൽ ഇത് എനിക്കുള്ള എക്സാം ആണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് ചെല്ലാൻ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. താങ്ക്